ഹായ്, വെൽക്കം ടു പാണ്ടക്കൊട്ടൻ ടോക്സ്. ചില ആൾക്കാരുണ്ട് ചിന്തിക്കുന്നതിൽ PhD എടുത്ത ആൾക്കാരായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ചു കൂട്ടാൻ അവർ ഭയങ്കര മിടുക്കരായിരിക്കും. എന്തിനാണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല, എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. ചിന്തിച്ച് തുടങ്ങിയ കാര്യം ആയിരിക്കില്ല അവസാനം ചിന്തിച്ച് തീരുന്നിടത്ത് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അനുഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഇത് ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണല്ലോ ചിന്തിച്ച് കൂട്ടുന്നത്. ലാസ്റ്റ് ഇവരുടെ ചിന്തകൾ കൂടി അത് അവരുടെ മൈൻഡിനെയും ബോഡീനെയും ഒക്കെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? ഉറക്കം നഷ്ടപ്പെടും, ശരീരം വീക്കാവാൻ തുടങ്ങും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ വീക്കാവും. ഒരു കാര്യം ചിന്തിച്ച് അങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ഒരു മൈൻഡായി പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ഉപകാരമില്ലാത്ത കാര്യമാണെന്ന് നമുക്കറിയാം, എന്നാൽ പോലും നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടും. ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താ? ബോഡി എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന സമയത്തിനാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ബോഡി എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഇത് റിലാക്സ് ആവാൻ ബ്രെയിനും മൈൻഡും സമ്മതിക്കണ്ടേ? അത് അവിടെ കടന്ന് ചിന്തിച്ച് കൂട്ടുകയല്ലേ. ചിന്തിച്ച് ഒരു ലിമിറ്റില്ലാതെ പോവായതുകൊണ്ട് നമുക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ആങ്ഷ്യസ് ആവും. ചിലപ്പോൾ ഇത് ഡിപ്രഷനിലേക്ക് വരെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ചിന്തകളാണല്ലോ. അപ്പം ഈ പറഞ്ഞതൊക്കെ നമ്മളിങ്ങനെ ഫണ്ണായിട്ടൊക്കെ പറയുമെങ്കിലും ഇത് അനുഭവിക്കുന്നവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. കാരണം ചിന്തകളെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇത് ഓവർ തിങ്കിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ചിന്തകളെ ബ്രേക്ക് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും തോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കുക. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ അന്തം പോവാന്നൊക്കെ പറയില്ലേ, ചില സമയത്ത് നമ്മൾ കിളി പാറി ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മളെ തന്നെ കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. എടാ മോനെ, എങ്ങോട്ടാ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ എന്താ പരിപാടി, ഇത് എങ്ങോട്ടാ പോണേ എന്നുള്ള രീതിയിൽ നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ട് വല്ല ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് വല്ല ഉപകാരം എനിക്ക് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള കാര്യമാണോ ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺഷ്യസ് ആവാൻ പറ്റും. ഇങ്ങനെ കോൺഷ്യസ് ആവാതെ വെറുതെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓവർ തിങ്കിങ് കളയാൻ വേണ്ടി നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അലാം വെച്ചൊക്കെ ചെയ്യുന്ന പോലെ അതിന് വേണ്ടിയിട്ട് ഇനി അലാം സെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് അലാം വെക്കാമല്ലോ. ഓരോ മണിക്കൂറിൽ ഓരോ അലാം വെക്കുക. അല്ലാതെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ട്. ഇത് ഏറ്റവും സിവിയർ ആയിട്ടുള്ളവർ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊക്കെ ചുമ്മാ മൈൻഡ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. നമ്മൾ തന്നെ സെൽഫായിട്ട് അവെയർ ആവുക, അപ്പോൾ കോൺഷ്യസ് ആവുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഓവർ തിങ്കിങ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി എന്തിനേലും ഓവറായിട്ട് എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിന്തിച്ച് കൂട്ടാൻ സാധ്യതയുള്ള മൊമെൻറ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന സമയം പരമാവധി ഒഴിവാക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വാട്ടവർ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഓവർ തിങ്കിങ് മാറ്റാതെ ഫുഡിന് മുമ്പിൽ ഇരിക്കല്ലേ. കാരണം ഓവറായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിൽ അറിയാണ്ട് തിന്നുപോകും. അപ്പോൾ നമ്മുടെ ചിലപ്പം ബോഡിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ തിങ്കേഴ്സ് എന്ത് ചെയ്യുക, കോൺഷ്യസ് ആകുമ്പോൾ മാത്രം തിന്നുക. ഓക്കെ, പിന്നെ എപ്പോഴും വെള്ളം കുടിക്കുക. അത് നല്ലൊരു കാര്യമാണ്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അപ്പം ഓവർ തിങ്കിങ് മാറ്റാൻ ഏറ്റവും നല്ലതാണ്. കാരണം ഈ ബ്രെയിനിന് കിട്ടുന്ന ഏറ്റവും വലിയ എനർജിയാണല്ലോ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ തീരെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് കോൺഷ്യസ് ആയിക്കൊണ്ടിരുന്നോളും. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കുക. പിന്നെ ഓവർ തിങ്കിങ് ചെയ്യാനുള്ള 2-3 ടിപ്സും, ഓവർ തിങ്കിങ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള 2-3 സിമ്പിൾ ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഒന്ന്, രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ജസ്റ്റ് ഒന്നുമില്ല, കട്ടിലയിൽ ഇരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് വിടുക. ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കരുത്. അതാണ് ഇതിലെ പ്രത്യേകത. ആ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ബ്രീത്ത് എടുക്കുന്നു, പോകുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വായിലൂടെ ബ്രീത്ത് എടുക്കുന്നു, മൂക്കിലൂടെ വിടുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യില്ല. റിട്ടേൺ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് വേറെ എവിടെയും പോകാണ്ട് ഈ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് കൂട്ടാനുള്ളൊരു എക്സസൈസാണ് ഈ സാധനം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോക്കസ് വരും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആ ഒരു ഫ്രഷ് മൈൻഡിലാണല്ലോ, നല്ല ഫ്രഷ് മൈൻഡ് ആയിരിക്കുമല്ലോ. ആ സമയത്ത് അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് റൊട്ടീൻ സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അന്നത്തെ സ്കെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഇന്ന് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെറ്റപ്പ് ആക്കി വെക്കുക. രണ്ടാമത്തത്, രാവിലെ എണീറ്റിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക.
അത് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഞാനിന്ന് വെറുതെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ നിൽക്കില്ല, എനിക്കിന്ന് അധികം ചിന്തിക്കാൻ നേരമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ അന്നത്തെ കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യാം. എന്നിട്ട് വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്യുക, വാട്ടവോ എന്ത് ചെയ്യുകയാണ് ചെയ്തോ. ഇനി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതേ പരിപാടി തന്നെ ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ഒന്ന് 2 മിനിറ്റ് ചെയ്യുക. അത്ര ടൈമൊന്നും മടുത്തിട്ടുണ്ടാവുമല്ലോ. കുറച്ച് നേരം ബ്രീത്തിങ് ചെയ്തതിന് ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് വല്ല പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഈ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ വരുന്ന ചിന്തകളെ മാറ്റി വിടുക. അത് ഇമ്പോർട്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് അല്ലയോ നിങ്ങൾ തന്നെ ഫിൽട്ടർ ചെയ്യുക. നമുക്കറിയില്ലല്ലോ നമുക്ക് ഏതാ വേണ്ടത് അത് നമുക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെ ഫിൽട്ടർ ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക. എന്നിട്ട് എന്തെങ്കിലും വേണ്ടാത്ത ചിന്തയോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാൻ സാധ്യതയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ ഡേ പോടേ എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി വിടുക. ഓക്കെ, ആ രീതിയിൽ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാൻ ഭയങ്കര പരിപാടിയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ്. അതായത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ ഓവർ തിങ്കേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇടസമയത്ത് ഉറങ്ങാതിരിക്കുക കേട്ടോ. ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയിൽ ബോഡി നല്ലോണം ടയേർഡ് ആവുന്ന വരെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് രാത്രി വന്ന് ഉറങ്ങണമെങ്കിൽ ബോഡി ഭയങ്കര വീക്കായിരിക്കണം. ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ തിങ്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അതിന് മുന്നേ ബോഡി വീക്കാവും, അപ്പോഴത്തേക്ക് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും. അതേസമയം നിങ്ങൾ രാവിലെ തൊട്ട് ഏതെങ്കിലും സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാത്രി ബോഡി ആക്റ്റീവ് ആവും. ആ സമയത്ത് ഈ ഓവർ തിങ്കേഴ്സിന് ഭയങ്കര അലേർട്ടായിരിക്കും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, എപ്പോഴും മനസ്സിലൊരു കാര്യം ഉണ്ടാവുക, എൻ്റെ ചിന്ത എൻ്റെ കയ്യിലായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓവർ തിങ്കിങ് മാറ്റാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് ടിപ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.